ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ചിക്കൻ കുക്ക് ചെയ്യുന്നുണ്ട്. ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ചിക്കൻ കുക്ക് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ റൈസ് എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണ്, നീളമുള്ള റൈസാണ് എടുത്തിരിക്കുന്നത്. അത് 3 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് സ്റ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 1 കപ്പിന് 2 കപ്പ് എന്ന രീതിയിലാണ് വെള്ളം എടുക്കേണ്ടത്. ഞാനിവിടെ 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ 5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം. ഇത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് കുക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ ചിക്കൻ ഏകദേശം നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അതിനെ മാറ്റി വെക്കാം. റൈസ് 80% കുക്കായി കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതൽ കുക്കാവേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് സ്റ്റെയിൻ ചെയ്ത് തണുക്കാനായി മാറ്റി വെക്കാം. ഇനി ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് കുറച്ച് എഗ്ഗ് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച ശേഷം കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് നല്ലപോലെ സ്ക്രാമ്പിൾ ചെയ്ത് ഫസ്റ്റ് നമ്മളിത് മാറ്റി വെക്കണം. ഇനി ഒരു വലിയ പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, നിങ്ങളുടെ കയ്യിൽ ഏതാണോ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ അത് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായ ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ചെയ്യണം. ഇനി സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ട് ഇട്ട് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഇനി ബീൻസ് ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഫ്രൈഡ് റൈസ് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്യേണ്ടത്. ഇനി ക്യാപ്സിക്കം ഇതുപോലെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കണം. അതോടൊപ്പം ക്യാരറ്റ്, ക്യാബേജ് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. പിന്നീട് ഫസ്റ്റ് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫസ്റ്റ് റെഡിയാക്കിയ ചിക്കൻ ഇതുപോലെ ഇളക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ സോയാ സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഇനി 2 ടേബിൾ സ്പൂൺ ഹോട്ട് സോസ്, ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി റൈസ് കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പാർട്ട് ചോപ്പ് ചെയ്തത് നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.